വെൽക്കം ബാക്ക് ടു VS നോട്ട്സ്. നമുക്ക് മൂന്നാം ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ഈ ഭാഗത്തിൽ നമ്മളുടെ എക്കണോമിക് പോളിസിയുടെ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ 3 പ്രധാനപ്പെട്ട പില്ലറുകൾ എന്നറിയപ്പെടുന്ന LPG, അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ ടോപ്പിക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ ഈ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഇക്കണോമിക് റിഫോംസിൻ്റെ പ്രധാനപ്പെട്ട 3 പില്ലേഴ്സ് ഓഫ് ഇക്കണോമിക് റിഫോംസ് 1991 എന്നാണിത് അറിയപ്പെടുന്നത്. അതിലെ ആദ്യത്തെ ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം എന്താണെന്നുള്ള ആ വാക്കിൽ തന്നെയുണ്ട്. എല്ലാം ഉദാരമാക്കുകയാണ്, ലൈസൻസുകൾ വേണ്ടാതാക്കി. നമ്മൾ ആദ്യമേ പഠിച്ചതാണ്, അതിൻ്റെ വ്യാവസായിക പോളിസിയുടെ പ്രത്യേകതകൾ പഠിച്ചപ്പോൾ നമ്മളത് പഠിച്ചതാണ്. ചില വ്യവസായങ്ങൾക്ക് മാത്രമേ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയുള്ളൂ. അതാണ് അവിടെ ചെയ്തത്. ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നിന്ന് രാജ്യത്തിൻ്റെ സാമ്പത്തിക പരിസ്ഥിതിയെ സ്വതന്ത്രമാക്കുന്നതാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് കുറേ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു നമ്മളുടെ ചില സ്ഥാപനങ്ങൾക്കൊക്കെ, വ്യാപാര സ്ഥാപനങ്ങൾക്ക്. അവയെ സാമ്പത്തികമായ അവരുടെ സാമ്പത്തിക പരിസ്ഥിതിയെ കുറച്ച് ഒന്ന് സ്വതന്ത്രമാക്കി. അത് താഴെ പറയുന്ന രീതിയിലാണ് സ്വതന്ത്രമാക്കിയിരിക്കുന്നത്. അതായത് എന്തെല്ലാം സ്വാതന്ത്ര്യമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. അതായത് ഉദാരവൽക്കരണം വന്നപ്പോൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? പരമാവധി വ്യവസായങ്ങളെ ലൈസൻസിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി. നോ ലൈസൻസ് റിക്വയർഡ്. നികുതി നിരക്കുകൾ വെട്ടിക്കുറച്ചു. അവരുടെ ടാക്സ് റേറ്റുകളൊക്കെ കുറവ് ചെയ്തു കൊടുത്തു. വിദേശ വ്യാപാര നടപടിക്രമങ്ങൾ ലളിതമാക്കി. ഫോറിൻ ബിസിനസ്സുകളെ കൂടുതൽ ലളിതവൽക്കരിച്ചു. വിദേശ നിക്ഷേപത്തിന് അനുകൂല സാഹചര്യമുണ്ടാക്കി. വിദേശ നിക്ഷേപങ്ങളെ വളരെ എളുപ്പത്തിൽ നമ്മുടെ രാജ്യത്തിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഇവയാണ് ഈ ഉദാരവൽക്കരണത്തിൻ്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ എന്തൊക്കെ ഉദാരവൽക്കരണമാണ് രാജ്യത്ത് വരുത്തിയത് എന്നുള്ളതാണ്. ലൈസൻസ് ഒഴിവാക്കി, നികുതി നിരക്കുകൾ വെട്ടിക്കുറച്ചു, വിദേശ വ്യാപാര നടപടിക്രമങ്ങൾ ലളിതമാക്കി, വിദേശ മൂലധന നിക്ഷേപത്തിന് വേണ്ടിയിട്ട് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഇത്രയുമാണ് ലിബറലൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ഒരു ഫീച്ചറാണ് പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം. LPG എന്നാണ് അതിൻ്റെ P ഡിനോട്ട്സ് പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം. എന്താണ് സ്വകാര്യവൽക്കരണത്തിൻ്റെ പ്രത്യേകതകളെന്ന് നോക്കാം. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ മേഖലാ സംരംഭകർക്ക് കൈമാറുന്നതാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത അവകാശം സ്വകാര്യ മേഖലാ സംരംഭകർക്ക് കൈമാറുന്നു. ഇത് 2 രീതിയിലാണ് ഇങ്ങനെ ഉടമസ്ഥത അവകാശം ഇവർക്ക് കൊടുത്തത്. അതിലൊന്ന്, പൊതുമേഖലയ്ക്കായി സംവരണം ചെയ്തിരിക്കുന്ന വ്യവസായ മേഖലയിൽ സ്വകാര്യ മേഖലയ്ക്ക് അവസരം നൽകി. ചില പ്രത്യേക വ്യവസായങ്ങൾ ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രം ചെയ്തിരുന്നത് സ്വകാര്യ മേഖലയ്ക്ക് അവരോടും കൂടി ചെയ്യാൻ അവരെ അനുവദിച്ചു. ഉദാഹരണത്തിന് നമ്മുടെ ടെലിഫോൺ ഇൻഡസ്ട്രി, ഭാരത് പെട്രോളിയം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തു? അവരെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി പ്രൈവറ്റൈസേഷൻ ചെയ്തു. പുതിയ റിലയൻസിനൊക്കെ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഐഡിയ അങ്ങനെയുള്ള ടെലിഫോൺ കമ്പനികൾക്ക് അവസരം കൊടുത്തു. അതുവരെ ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള കമ്പനികളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ഒരു മാർഗം എന്ന് പറയുന്നത്. അടുത്തത് എന്താന്ന് വെച്ചാൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള സർക്കാർ പങ്കാളിത്ത ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറി. അതായത് കമ്പനിയുടെ ഓഹരി പിൻവലിച്ചു, എന്നിട്ടത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഷെയറുകൾ സർക്കാർ ഇതിലുണ്ടായിരുന്ന ഷെയർ വിറ്റഴിച്ചത്, പ്രൈവറ്റൈസേഷൻ നടത്തിയത്.
അത്രയുമാണ് സ്വകാര്യവൽക്കരണത്തിൻ്റെ പ്രത്യേകതകൾ. ഇനി അടുത്തത് ഗ്ലോബലൈസേഷനാണ്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണം എന്നാണ് പറയുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതാണ് ആഗോളവൽക്കരണം. ഇവിടെ ലോകം മുഴുവൻ ഒറ്റ വിപണിയായി കണക്കാക്കപ്പെടുന്നു. ലോകത്തിനെ മുഴുവനും ഒരൊറ്റ മാർക്കറ്റായിട്ട്, അതായത് മൂവ്മെൻറ്റ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ അക്രോസ് ദ വേൾഡ് എന്നാണ് ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തന്നെ. അപ്പം എല്ലാ രാജ്യങ്ങളിലുമായിട്ടും ക്രയവിക്രയം നടത്താനുള്ള രീതികൾ എളുപ്പമാക്കി തീർക്കുകയാണ് ഈ ഒരു ചേഞ്ചസിൽ കൂടി വരുത്തിയത്. അതിൻ്റെ ഒന്നും കൂടെ പോയിന്റ് വൈസായിട്ട് പറയുന്നു. രാജ്യങ്ങൾക്കിടയിൽ സാധന സേവനങ്ങൾ സ്വതന്ത്രമായി കൈമാറുന്നു. പിന്നെ ആഗോളതലത്തിലുള്ള നിക്ഷേപം, ഏത് രാജ്യങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിക്ഷേപം നടത്താനുള്ള അവസരമുണ്ടാക്കി. അടുത്തത് വിവര സാങ്കേതിക വിദ്യയുടെ കൈമാറ്റങ്ങൾ, സാങ്കേതിക വിദ്യകൾ പരസ്പരം കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മൂവ്മെൻറ്റ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ, ജോലിക്കാർക്കും ആൾക്കാർക്കുമൊക്കെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് സ്വതന്ത്രമായി ബിസിനസ്സിന് വേണ്ടി നിക്ഷേപം നടത്തുന്നതിനും ബിസിനസ് സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുമൊക്കെ ഒത്തിരി നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കി. ഇത്രയുമാണ് ആഗോളവൽക്കരണത്തിൻ്റെ സവിശേഷതകളായിട്ട് അല്ലെങ്കിൽ പ്രത്യേകതകളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്ന് പഠിച്ചു, അവയുടെ പ്രത്യേകതകൾ, ഇത് മനസ്സിലാക്കിയിരുന്നാലുള്ള ഗുണങ്ങൾ, പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡയമെൻഷൻസ്, പിന്നീട് നമ്മുടെ 91 വ്യാവസായിക നയം, പിന്നെ അടുത്തത് ഈ വ്യാവസായിക നയം കൊണ്ടുണ്ടായ ഫലങ്ങൾ, പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, ഇക്കണോമിക് റിഫോംസ്, LPG, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ നിന്നും നമുക്ക് ഒരു 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഇത് വളരെ ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്ററിലെ ഇതിനകത്ത് തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം 3-4 മാർക്കിനൊക്കെയുള്ള ഒരൊറ്റ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാൽ ഇവിടെ ഞാൻ പോയിന്റ് വൈസ് ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മതി. ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു: വാട്ട് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ടേംസ് LPG എന്നുള്ള ടേമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? LPG എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇത് ഓരോന്നും എന്താണെന്ന് എഴുതുക. ഓരോന്നിൻ്റെയും ഈ 2 ഫീച്ചർ വെച്ച് എഴുതിയാൽ മതി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ. അടുത്തത്, റൈറ്റ് ഡൗൺ ദ കണ്ടന്റ് യു ഹാവ് ടു ഇൻക്ലൂഡ് ഇൻ ദ സെമിനാർ റിപ്പോർട്ട് ഓൺ ദ ടോപ്പിക് ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ്. എളുപ്പമാണ്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആ വ്യാപാര പരിസ്ഥിതിയുടെ ഘടന, അതാണല്ലോ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഘടനയാണ്. അതിൻ്റെ ആ പടം അങ്ങ് വരച്ചു വയ്ക്കുക. എന്താണ്? ആ സർക്കിൾ വരച്ചിട്ട് പരിസ്ഥിതി ഘടനയെന്ന് എഴുതിയിട്ട് ചുറ്റിനുമുള്ള 5 ഡിവിഷൻസ് വരച്ചു വെച്ചാൽ തന്നെ അവിടെ 1 മാർക്ക് കിട്ടും. പിന്നെ അത് ഓരോന്നും എന്താണെന്ന് എഴുതുക. അതിന് ഓരോരോ ഉദാഹരണങ്ങളും എഴുതി വയ്ക്കുക. ഓക്കെ. അതായത് ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ പുതിയ ഫീച്ചർ ഇറങ്ങി, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, ഗവൺമെൻറ്റുകളുടെ ആശയങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ ആശയങ്ങൾ ഏതിൽ വരും? പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി അല്ലെങ്കിൽ കുറയ്ക്കുന്നു, അത് എക്കണോമിക് എൻവയോൺമെൻറ്റ്. അങ്ങനെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് ലീഗൽ എൻവയോൺമെൻറ്റ്. ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങളും കൂടെ കൂട്ടി വേണം അതിൻ്റെ നോട്ട്സ് എഴുതാനായിട്ട്. 4 മാർക്കിന് 5 മാർക്കിനായിരിക്കും മിക്കവാറും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പോൾ അത് ചോദിച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ആ ഡയഗ്രാം വരയ്ക്കണ കാര്യം മറക്കണ്ട. അടുത്തത്, സ്റ്റേറ്റ് ദ വേരിയസ് ഗ്രൗണ്ട്സ് വൈ അണ്ടർസ്റ്റാൻഡിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് സോ വൈറ്റൽ ഫോർ ബിസിനസ് മാനേജേഴ്സ്. നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് മനസ്സിലാക്കിയിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? അത് മനസ്സിലാക്കിയാൽ അതിന് പ്രാധാന്യമുണ്ടെന്ന്, എന്തുകൊണ്ടാണ് പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് നമ്മളതിന് നേരിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതിന് നമ്മൾ പറയുന്ന വാക്കുണ്ട്, എൻവയോൺമെൻറ്റൽ സ്കാനിങ്. ഈ എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ നമ്പറിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളെ തിരിച്ചറിയും, ഭീഷണികളെ നേരിടും, റിസോഴ്സുകൾ വളരെ കാര്യക്ഷമമായി ഉപയോഗിക്കും, മികച്ച പ്രകടനം കാഴ്ചവെക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ പോയിൻ്റായിട്ട് പഠിച്ചത്. അപ്പോൾ 4 മാർക്കിനെ ചോദിക്കണമെങ്കിൽ ഏതെങ്കിലും 4 ഹെഡിങ്ങും ഓരോ സെൻറ്റൻസ് എക്സ്പ്ലനേഷനും എഴുതുക. അടുത്തത് വീണ്ടും
describe any 4 dimensions of business environment with a suitable example. നമ്മൾ ആദ്യം പഠിച്ച ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പിന്നെ വേറൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡയഗ്രത്തോടു കൂടി തന്നെ ചെയ്യാൻ പറയുന്നുണ്ട്. ഡയമെൻഷൻസ് എന്ന് കണ്ടാൽ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് കണ്ടാൽ നിങ്ങൾ ആദ്യമേ തന്നെ ആ ഡയഗ്രാം വരച്ച് വയ്ക്കുക. അതിനുശേഷം അത് ഓരോന്ന് എഴുതി എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, ഇത്രയുമാണ് ഇതിനകത്തുനിന്ന് ഈ 4 ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് തീർച്ചയായിട്ടും ഈ ചാപ്റ്റർ പഠിക്കണം. കാരണം ഇത് ചെറിയ ചാപ്റ്ററാണ്. ചെറിയ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 4 മാർക്ക് കിട്ടുക എന്നുള്ളത് വളരെ നല്ല ഒരു എളുപ്പമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം, എഴുതി വെച്ച് പഠിക്കുക, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന രീതിയും മനസ്സിലാക്കി പോവുക. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.